Hi everyone, my name is Harsha and welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ നമുക്ക് ഡാർക്ക് സർക്കിൾസ് ആൻഡ് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഹൈഡ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഭയങ്കര ഈസി, കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും ഡാർക്ക് സർക്കിൾസും ഒക്കെ കവറപ്പ് ചെയ്ത് നല്ല അടിപൊളി ഒരു ഫ്ലോലെസ് മേക്കപ്പ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫേസിൽ മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ഒരു ട്രാൻസ്ലൂസൻറ്റ് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഭയങ്കര നല്ലൊരു ട്രിക്കാണ്. എസ്പെഷ്യലി ഓയിലി അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നുള്ള ആളുകളാണെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ട്രാൻസ്ലൂസൻറ്റ് പൗഡർ, നമ്മുടെ നോർമൽ ടാൽക്കം പൗഡർ ആയാലും മതി കേട്ടോ, അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓയിലിനെസ് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. മേക്കപ്പ് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മേക്കപ്പ് ഫിക്സറാണ് ഇവിടെ സ്പ്രേ ചെയ്യുന്നത്. മേക്കപ്പ് ഫിക്സർ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കോമ്പാക്റ്റ്, നമ്മൾ ട്രാൻസ്ലൂസൻറ്റ് പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അത് എക്സാക്റ്റ് ആ ഒരു പ്ലേസിൽ തന്നെ ഇരുന്നോളും ആൻഡ് നമ്മുടെ ഓയിലി ആവത്തില്ല ഫേസ് ഒരുപാട്. അപ്പം സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് ഡ്രൈ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ എൻ്റെ സ്കിന്നിന് മാച്ച് ചെയ്യുന്ന ഒരു കൺസീലർ എടുത്തിട്ട് ഡാർക്ക് സ്പോട്ട്സ് ഉള്ളിടത്ത് എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാണ്. ഡാർക്ക് സ്പോട്ട്സ് ഉള്ളിടത്തും ഡാർക്ക് സർക്കിൾസ് ഉള്ളിടത്തും, അതായത് അണ്ടർ ഐസ്, നെറ്റിയുടെ ഏരിയ, ചിന്നിൻ്റെ ഏരിയ ആൻഡ് നമ്മുടെ ലിപ്സിൻ്റെ സൈഡിലൊക്കെ ഡാർക്ക്നെസ് ഉണ്ടാവും, അൺഈവൻ സ്കിന്നൊക്കെ ഉണ്ടാവും. അങ്ങനെ ആവുമ്പോൾ നമുക്ക് അവിടെയൊക്കെ ഈ ഒരു കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അത് കവറപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഞാനിത് കൈവച്ചിട്ട് തന്നെയാണ്, ഡാബിങ് മോഷനിലാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡാബിങ് മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്പ്രെഡ് ആവത്തില്ല, നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വെറ്റ് ബ്യൂട്ടി ബ്ലെൻഡർ എടുക്കുകയാണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ബ്ലെൻഡറിൽ ഫിക്സർ വേണമെങ്കിലും സ്പ്രേ ചെയ്യാം കേട്ടോ. ഞാൻ വെറ്റാക്കിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. വെറ്റാക്കിയിട്ട് ഞാൻ നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഡാബിങ് മോഷനിൽ തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്, സോ ദാറ്റ് നന്നായിട്ട് അതൊന്ന് ബ്ലെൻഡായി സീംലെസ് ആയിട്ട് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഞാൻ കുറച്ചും കൂടി ലൈറ്റ് കൺസീലർ എടുക്കുകയാണ്. ആ കൺസീലർ എടുത്തിട്ട് ഞാൻ എൻ്റെ അണ്ടർ ഐസിൻ്റെ ഏരിയ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കണ്ടില്ലേ, ഞാനിപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നില്ല. 2-3 പ്രോഡക്റ്റ്സ് മാത്രമേ ഞാൻ ആകെപ്പാടെ ഫുൾ ബേസ് മേക്കപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം ഹൈലൈറ്റ് ചെയ്യേണ്ട ഏരിയയിൽ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡർ വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു കവറേജ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ കുറച്ച് ലൈറ്റ് കൺസീലർ എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ, അതായത് നമ്മുടെ ഫേസ് നന്നായിട്ട് എടുത്ത് കാണിക്കും, പ്രൊജക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും. സോ ദാറ്റ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോമ്പാക്റ്റ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്ലേസിൽ നിങ്ങൾക്ക് ട്രാൻസ്ലൂസൻറ്റ് പൗഡറും യൂസ് ചെയ്യാം, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കോമ്പാക്റ്റ് ആണ്. കാരണം കോമ്പാക്റ്റ് പൗഡർ കുറച്ചും കൂടി ഒരു തിക്കായിരിക്കും. അപ്പം നമ്മൾ കൺസീലർ ചെയ്തത് ഒക്കെ അതേപോലെ തന്നെ ഇരുന്നോളൂ, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആനങ്ങില്ല. അതുകൊണ്ട് ഞാൻ കോമ്പാക്റ്റ് എടുത്തിട്ട് നന്നായിട്ട് ഫുൾ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സ്പെഷ്യലി ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് ഈ ഒരു മെത്തേഡ് സൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ ഒന്നും കൂടി മേക്കപ്പ് ഫിക്സർ എൻ്റെ ഫുൾ ഫേസിൽ സ്പ്രേ ചെയ്യാണ്. എന്നിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് അതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു മേക്കപ്പ് ഫിക്സർ നമ്മുടെ ഫേസിലോട്ട് പോയിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ബേസ് മേക്കപ്പൊക്കെ എല്ലാം ഇൻടാക്റ്റ് ആയിട്ട് അവിടെ തന്നെ ഇരുന്നോളും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ല ആൻഡ് ഒരുപാട് ഫേസ് നമ്മുടെ ഓയിലി ആക്കിയില്ല. ഇനി നമുക്ക് ബാക്കി നമ്മുടെ ഫേസ് മേക്കപ്പ് ചെയ്യാം. അതായത് ബാക്കി ഞാൻ ചെയ്യുന്നത് കുറച്ച് ബ്ലഷ് അപ്ലൈ ചെയ്യാണ്. ഭയങ്കര ലൈറ്റായിട്ട് മാത്രം ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
നെക്സ്റ്റ് ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ഒരു ബേസ് ഷെയ്ഡ് എടുത്തിട്ട് നല്ലൊരു ബ്രൗണിഷ് സ്കിൻ കളർ എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഞാൻ ട്രാൻസിഷൻ കളറായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതുതന്നെ ഞാൻ എൻ്റെ ലോവർ ലാഷസിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഒരു കൈൻഡ് ഓഫ് നോ മേക്കപ്പ് ലുക്കാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് മേക്കപ്പ് അല്ലെങ്കിൽ ഒരുപാട് ഐ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഒരു ഹൈലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഷൈനി ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഐലിഡ്സിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് മേക്കപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ, ലൈറ്റായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ. നെക്സ്റ്റ് ഞാൻ കുറച്ച് ഹൈലൈറ്ററും ബ്ലഷും കൂടി ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലഷ് എനിക്കിട്ടത് കുറവായെന്ന് തോന്നിയായിരുന്നു, അതുകൊണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഒരു ഇച്ചിരി ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നോ മേക്കപ്പ് ലുക്ക് ആണെങ്കിലും നമ്മൾ ഹൈലൈറ്റർ ഇടുമ്പോൾ നമുക്കൊരു നാച്ചുറൽ ഗ്ലോ വരണമല്ലോ. ഒരു നാച്ചുറൽ ഗ്ലോ തരുന്ന ടൈപ്പ് ഒരു ഹൈലൈറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഈ ഒരു മേക്കപ്പ് ലുക്കിന്. അങ്ങനെ നമ്മൾ ഹൈലൈറ്ററും കൂടി കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ ഇന്നർ കോർണേഴ്സിലും ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സോ അത് കണ്ണ് കുറച്ച് വലുതായിട്ട് തോന്നാനായിട്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മസ്കാരയാണ്. ഞാൻ മസ്കാര അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് മസ്കാര നല്ല വോളുമിനസ് ആയിട്ട് നമുക്ക് നമ്മുടെ ലാഷസ് കിട്ടും. ലോവർ ലാഷസിലും ഞാൻ മസ്കാര തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി നല്ല ഒരു എന്താ പറയുക, നല്ലൊരു പിങ്ക് കളർ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. എല്ലാ സ്കിന്നും ചേരുന്ന ടൈപ്പ് ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഫുൾ മേക്കപ്പ് എന്ന് പറയുന്നത്. മേക്കപ്പ് അല്ല, കണ്ടില്ലേ, ഇപ്പം നമ്മുടെ ഡാർക്ക് സർക്കിൾസ് നമുക്ക് കാണുന്നില്ല, ഡാർക്ക് സ്പോട്ട്സ് നമുക്കൊന്നും കാണുന്നില്ല. നല്ല അടിപൊളി ഫ്ലോലെസ് ആയിട്ട് നമുക്ക് നമ്മുടെ മേക്കപ്പ്, നമ്മുടെ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. ഡെയിലി വെയറിന് നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. ലിപ്സ്റ്റിക്ക് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം, ലൈറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി ആൻഡ് യൂസ്ഫുൾ ആയി എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മെത്തേഡ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമുക്ക് ഇനിയും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.